ഹലോ, ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഷാർജ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാലെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് ഐസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 പാളയംതടൻ പഴം, വാനില ഐസ്ക്രീം, പിന്നെ നമ്മളുടെ ഷാർജ ജ്യൂസ് പൗഡർ 3 ടേബിൾ സ്പൂൺ കണക്കിന് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറീസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പലിൻ്റെ മുട്ടായി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന പാലൊന്ന് ഐസൊക്കെ ഒന്ന് പൊട്ടിച്ച് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴവും ഷാർജ ജ്യൂസ് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഷാർജ ജ്യൂസ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് മധുരവും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഗ്ലാസ്സിലേക്ക് മാറ്റണം. ഞാൻ ഇതുപോലെ പകുതിയായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ കപ്പലണ്ടി മിഠായി പൊടിച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതുപോലെ ഒന്നിട്ട് കൊടുക്കണം. അതിനുശേഷം ബാക്കി ജ്യൂസും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ കപ്പലിൻ്റെ മിഠായിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന ചെറീസും കൂടെ ഇതുപോലെ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബേക്കറിയിലേക്ക് കിട്ടുന്നത് പോലത്തെ ഷാർജ ജ്യൂസ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും ഓക്കെ, ബായ്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.